കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പുതിയ നീക്കവുമായി പ്രതിപക്ഷം. ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം വീണ്ടും കൊണ്ടുവരും. കൂടുതൽ എംപിമാരുടെ ഒപ്പ് ശേഖരിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രമേയം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖിലേക്ക് എത്താം. അപ്പോൾ ഈ ജ്ഞാനേഷ് കുമാറിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷം വീണ്ടും നീക്കം നടത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലടക്കം നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അട്ടിമറി ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് ഇപ്പോൾ പ്രതിപക്ഷം മുൻകൈയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനായി തന്നെ കൂടുതൽ എംപിമാരുടെ പിന്തുണ ആവശ്യമാണ്. ഇത്തരമൊരു ഇംപീച്ച്മെന്റ് പാർലമെന്റിൽ കൊണ്ടുവരണമെങ്കിൽ അതിനായി കൂടുതൽ പ്രതിപക്ഷ എംപിമാരുടെ ഒപ്പ് ശേഖരിക്കാനുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തു നിന്നുള്ള വിവരങ്ങൾ ലഭിക്കും. തൗഫീഖ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ജിൽസി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ വീണ്ടും ഇംപീച്ച്മെന്റ് നോട്ടീസുമായി മുന്നോട്ട് പോകാനായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം ആദ്യം ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ ദിവസം രാജ്യസഭ തള്ളുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് വീണ്ടും ഒന്നുകൂടി നിലപാട് കടുപ്പിക്കാനായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരിക്കും ഈ പ്രമേയം കൊണ്ടുപോകുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മുമ്പ് പ്രതിപക്ഷം നൽകിയ പ്രമേയം രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കറുമായിരുന്നു തള്ളുകയും ചെയ്തത്. 193 എംപിമാരുടെ ഒപ്പുൾപ്പെടെയുള്ള ഒരു പ്രമേയമായിരുന്നു, ഇംപീച്ച്മെന്റ് നോട്ടീസായിരുന്നു ഇരു സഭകളിലും നൽകുകയും ചെയ്തത്. എന്നാൽ ആ സമയത്ത് അത് രാജ്യസഭയും ലോക്സഭയും അത് തള്ളുകയുമാണ് ഉണ്ടായത്. വീണ്ടും ഇപ്പോൾ ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് നടന്നപ്പോൾ 230 ആളുകൾ അതിനെ പ്രതിപക്ഷം എതിർത്തിരുന്നു. അതുകൊണ്ട് വീണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഈ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ടുവരികയാണെങ്കിൽ അത്രയും പിന്തുണ പ്രതിപക്ഷത്തിന് ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ഇംപീച്ച്മെന്റ് നിലപാടുമായിട്ട് ഒരു പ്രമേയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ആരായിരിക്കും ഇത് നൽകുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ TMC ആയിരുന്നു ഈ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയത്. TMCയുടെ നേതൃത്വത്തിലായിരുന്നു അത്തരമൊരു ചർച്ചകൾ ആരംഭിക്കുകയും പ്രതിപക്ഷം എല്ലാവരും TMCയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുകയും പിന്നീട് നോട്ടീസ് നൽകുകയും അതിൽ ഒപ്പുവെക്കുകയുമായിരുന്നു ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണയും ജ്ഞാനേഷ് കുമാറിനെതിരെ ഇത്തരമൊരു നടപടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുക.